ആദ്യം ഒരു ഹിയറിംഗ് എയ്ഡ് പണം കൊടുത്ത് വാങ്ങി അത് ക്ലിയർ ആവുന്നില്ല എന്ന് പരാതി പറയുന്നതിന് നല്ലത് പണം കൊടുത്ത് വാങ്ങുന്നതിന് മുമ്പ് ആ ഹിയറിംഗ് എയ്ഡ് എത്രത്തോളം വ്യക്തത ഉണ്ടെന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെട്ട് വാങ്ങുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ്. നമസ്കാരം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആശയവിനിമയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കേൾവിശക്തി. സാങ്കേതികവിദ്യ വളരുന്നതിനനുസരിച്ച് ഹിയറിംഗ് എയ്ഡ് രംഗത്തിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തെ വലിയ മെഷീനുകളിൽ നിന്ന് മാറി ഇന്ന് നമ്മൾ പോലും അറിയാതെ ചെവിക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കാവുന്ന ഉപകരണങ്ങൾ ലഭ്യമാണ്. ഹിയറിംഗ് എയ്ഡുകളിലെ ഈ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നാദം ഹിയറിംഗ് പ്ലസ് ഹിയറിംഗ് എയ്ഡ് സെന്ററിലെ ചീഫ് ഓഡിയോളജിസ്റ്റ് മിസ്റ്റർ ദീപക് ടച്ചറാണ് കൂടെയുള്ളത്. സാർ, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. സാർ, എന്താണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്? നമ്മളുടെ ശരീരത്തിലെ ആന്തരിക കർണം അല്ലെങ്കിൽ ഉൾച്ചെവിയിലാണ് ശബ്ദങ്ങൾ പിടിച്ചെടുക്കാനും വേർതിരിച്ചറിയാനുമുള്ള ഞരമ്പുകളുള്ളത്. ഈ ഞരമ്പുകൾക്ക് ബാധിക്കുന്ന തകരാറുകൾ കൊണ്ടോ അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന നാഡി ഞരമ്പുകൾ, ഓഡിറ്ററി നെർവ് എന്ന് പറയും, ഈ ഞരമ്പിനെ ബാധിക്കുന്ന തകരാറുകളോ കേൾവിക്കുറവിനെയാണ് നമ്മൾ സാധാരണ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ഈ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ബാധിക്കുന്ന വ്യക്തികളിൽ പ്രധാനമായും കണ്ടുവരാറുള്ളത് ശബ്ദങ്ങൾ കേൾക്കാനുള്ള പ്രയാസത്തിലുപരിയായിട്ട് സംസാരം വേർതിരിച്ചറിയാനായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് എത്രത്തോളം സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ബാധിച്ചിട്ടുണ്ട് എന്നും ഉൾച്ചെവിയിലെ ഞരമ്പുകളെയാണോ ഇനി ചെവിയിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പുകളെയാണോ ബാധിച്ചിട്ടുള്ളത് എന്നെല്ലാം അടിസ്ഥാനപ്പെടുത്തി അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഏറ്റക്കുറച്ചുകൾ വരാൻ സാധ്യതയുണ്ട്. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ബാധിച്ചവർക്ക് സാധാരണ ഹിയറിംഗ് എയ്ഡുകളിലുപരിയായി പുതിയ ടെക്നോളജി, അതായത് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ്, ടെക്നോളജി ഹിയറിംഗ് എയ്ഡ്സ്, പിന്നെ പുറത്തുള്ള ശബ്ദങ്ങളെ, നോയ്സസിനെ, അൺവാണ്ടഡ് സൗണ്ട്സ്, അതായത് ആവശ്യമില്ലാത്ത ശബ്ദങ്ങളെ പരമാവധി കുറയ്ക്കാനുള്ള സാങ്കേതിക വിദ്യകളിലെ നൂതനമായ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് ആയിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുക. ഹിയറിംഗ് എയ്ഡ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾക്ക് ഹിയറിംഗ് എയ്ഡ് വേണമെന്ന് കണ്ടെത്താൻ നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്. ഒന്ന് ഓഡിയോഗ്രാം എന്ന് പറയും, അതായത് ഓരോ ആളുകളുടെ കേൾവിശക്തി യുടെ പരിശോധനയാണ് നമ്മൾ ഓഡിയോഗ്രാം എന്ന് പറയുന്നത്. അതായത് ഓരോ ഫ്രീക്വൻസിയിലും എത്ര ശതമാനം കേൾവിക്കുറവുണ്ടെന്ന് നമ്മൾ കണ്ടെത്തും, അതിൻ്റെ ഒരു ആവറേജ് നമ്മൾ കണ്ടെത്തും. അതായത് ഒരു 35 മുതൽ 40 ഡെസിബലിന് മുകളിൽ കേൾവിക്കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്ന ആളുടെ ജീവിതശൈലിക്ക് അനുസരിച്ചിട്ടാണ് ഏത് ഹിയറിംഗ് എയ്ഡ് വേണം എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പുറത്തുള്ള ആളുകളുമായിട്ട് അധികം ബന്ധപ്പെടാതെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ നോക്കിയിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ചെവിയിൽ ഹിയറിംഗ് എയ്ഡ് വെച്ചാലും ചിലപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളാണോ, നല്ല തിരക്ക് പിടിച്ച സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, പൊതുപ്രവർത്തകർ, ധാരാളം ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് മറുപടി കൊടുക്കേണ്ടവർ, ഏത് ഭാഗത്ത് നിന്നും ആളുകൾ സംസാരിക്കുമ്പോഴും അത് കേട്ട് മറുപടി കൊടുക്കേണ്ട രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും 2 ചെവിയിലും ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ അവരുടെ ജീവിതശൈലിക്ക് അനുസരിച്ചിട്ട് അവർക്ക് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ടെക്നോളജി. അതായത് ഓരോ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ടെക്നോളജി തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന് ഒരു സ്മാർട്ട് ഡിവൈസസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ സ്മാർട്ട് ഫോണൊക്കെ ആയിട്ട് ഹിയറിംഗ് എയ്ഡ് ബന്ധപ്പെടുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നോയ്സ് ഉള്ള, ബഹളങ്ങളുള്ള സിറ്റുവേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡുകൾ, നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചേഴ്സ്, ടെക്നോളജി, അതായത് നമ്മുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് സ്വയം ഹിയറിംഗ് എയ്ഡിൻ്റെ ആംപ്ലിഫിക്കേഷൻ കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഉപയോഗിക്കുന്ന ആളുടെ ജീവിതശൈലിയും അദ്ദേഹത്തിന് എത്രത്തോളം കേൾവിക്കുറവുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏത് മോഡൽ ഹിയറിംഗ് എയ്ഡ് ആയിരിക്കും അവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആണെന്നുള്ളത് തിരഞ്ഞെടുക്കുന്നതും അഡ്വൈസ് ചെയ്യുന്നതും. വിപണിയിൽ പലതരത്തിലുള്ള ഹിയറിംഗ് എയ്ഡുകൾ ലഭ്യമാണല്ലോ. ഇതിലേതാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ളവർക്ക് അനുയോജ്യം? ഒരു ആളെ വ്യക്തമായിട്ട് പരിശോധിച്ച് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം കേൾവിക്കുറവുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ജനറലി പറയുകയാണെങ്കിൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിന് റിസീവർ ഇൻ ദ കനാൽ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്ന ടെക്നോളജി കുറച്ചും കൂടി
കുറേ ആളുകൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കൂടുതൽ കിട്ടാറുണ്ട്. വിപണിയിൽ ഇപ്പം പ്രധാനമായിട്ടും 4 തരം കേൾവി സഹായ ഉപകരണങ്ങളാണുള്ളത്. ഉദാഹരണത്തിന് ചെവിൻ്റെ പുറകിൽ വെക്കാൻ പറ്റുന്ന ഉപകരണം, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ബിഹൈൻഡ് ദ ഇയർ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയും. ചെവിൻ്റെ പുറകിൽ വെക്കും, ഒരു ചെറിയ ട്യൂബ് വഴി ശബ്ദം ചെവിയിലേക്ക് എത്തിക്കും. അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ല കേൾവിക്കുറവ് വളരെ, അതായത് ഒരു സിവിയർ കാറ്റഗറിക്കൊക്കെ മുകളിൽ കേൾവിക്കുറവുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതിൽ നിന്ന് വരുന്ന ആംപ്ലിഫിക്കേഷൻ കൂടുതലായിരിക്കും. പിന്നെ ഹിയറിംഗ് എയ്ഡിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് കുറച്ചും കൂടി വലിയ സൈസിലുള്ള ബാറ്ററിയൊക്കെ അതിലിടാൻ പറ്റും. അതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ. ഈ കാഴ്ചക്കുറവ് അല്ലെങ്കിൽ ഈ കൈ വരയ്ക്കുക അതുപോലെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളാണെങ്കിൽ ഒന്നും കൂടി കുറച്ച് വലിയ ഉപകരണമാകുമ്പോൾ അവർക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അതിൻ്റെ വലുപ്പമാണ്. അതായത് വലുപ്പം കൂടുന്നതുകൊണ്ട് തന്നെ പുറത്തുള്ള ആളുകൾക്ക് അത് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോരായ്മ. അപ്പോൾ കോസ്മെറ്റിക്കലി കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾ, ഈ അങ്ങനെയുള്ള ആളുകൾക്ക് ചെവിൻ്റെ പുറകിൽ വെക്കുന്ന ഹിയറിംഗ് എയ്ഡ് ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നാം. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ തരം ഹിയറിംഗ് എയ്ഡാണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ റിസീവർ ഇൻ ദ കനാൽ ഹിയറിംഗ് എയ്ഡ്. അത് നമ്മൾ ചെവിയുടെ പുറകിൽ തന്നെയാണ് വെക്കുന്നത്. പക്ഷേ ശബ്ദം കേൾക്കുന്ന സ്പീക്കർ നമ്മൾ ഒരു അളവെടുത്ത് ചെവിൻ്റെ അകത്ത് വെക്കും. ഈ മുന്നേ പറഞ്ഞ ബിഹൈൻഡ് ദ ഇയർ ഹിയറിംഗ് എയ്ഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പകുതി വലുപ്പമേ റിസീവർ ഇൻ ദ കനാൽ ഹിയറിംഗ് എയ്ഡിൽ ഉണ്ടാവുള്ളൂ. അതൊരു പരിധി വരെ ഇൻവിസിബിൾ ആക്കാനും സാധിക്കും. എസ്പെഷ്യലി സ്ത്രീകളുടെ കേസിലാണ് ഈ റിസീവർ ഇൻ ദ കനാൽ ഇൻവിസിബിൾ ആവുന്നത്. അതായത് മുടിയുടെ ഉള്ളിൽ ഈ ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് അറിയാൻ പറ്റില്ല, ഇൻ കേസ് അവർ കോസ്മെറ്റിക്കലി കൺസേൺഡ് ആണെങ്കിൽ മാത്രം. മൂന്നാമത്തെ ടൈപ്പാണ് കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയും. അത് പൂർണ്ണമായിട്ടും ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ഉപകരണങ്ങളാണ്. ചെവിയുടെ അളവെടുത്ത് ലാബിൽ അയച്ചിട്ട്, ഒരു മോൾഡ് എടുത്ത് ലാബിൽ അയച്ചിട്ടാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡ് മേക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കോസ്മെറ്റിക് അഡ്വാൻറ്റേജ് ആണ്. അതായത് പുറത്ത് കാണൂല എന്നുള്ളതാണ്. അത് ഫ്രണ്ട് നോക്കിയാലും ബാക്ക് നോക്കിയാലും ഒന്നും തീരെ വിസിബിൾ ആയിരിക്കില്ല. സൂക്ഷിച്ച് ചെവിൻ്റെ അടുത്ത് പോയി നോക്കുന്നവർക്ക് സ്കിന്നിൻ്റെ കളറിൽ എന്തോ ഒരു ഡിവൈസ് ഉണ്ടോ എന്നുള്ളത് സംശയം തോന്നാം. അങ്ങനെയാണ് അതുള്ളത്. അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഹിയറിംഗ് എയ്ഡിൻ്റെ വലുപ്പം കുറയുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിടുന്ന ബാറ്ററീൻ്റെ വലുപ്പം കുറയും. അപ്പോൾ വളരെ ചെറിയ ബാറ്ററി ആയിരിക്കും അതിൽ ഉപയോഗിക്കാൻ പറ്റുക. അതിനനുസരിച്ച് ബാറ്ററി ലൈഫ് കുറയാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇപ്പോൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്തതുകൊണ്ട് റീചാർജബിൾ ഹിയറിംഗ് എയ്ഡും ഇൻ ദ കനാൽ, കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ ഹിയറിംഗ് എയ്ഡിൽ റീചാർജബിൾ ടെക്നോളജി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പരിധി വരെ ആ ബാറ്ററി ലൈഫിൻ്റെ കുറവിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും. പിന്നെ നാലാമത്തെ ടൈപ്പ് ഹിയറിംഗ് എയ്ഡാണ് ഇൻവിസിബിൾ ഇൻ ദ കനാൽ ഹിയറിംഗ് എയ്ഡ്. അത് ഒട്ടും പുറത്ത് കാണില്ല, ചെവിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഹിയറിംഗ് എയ്ഡാണ്. അതിൻ്റെ ഒരു പ്രത്യേകത കോസ്മെറ്റിക് അഡ്വാൻറ്റേജ്, ഒട്ടും പുറത്ത് കാണില്ല. ഇപ്പം ധാരാളം ചെറുപ്പക്കാർ, കേൾവിക്കുറവുള്ള ധാരാളം ചെറുപ്പക്കാരും പിന്നെ കോസ്മെറ്റിക്കലി കൺസേൺഡ് ആയിട്ടുള്ള മധ്യവയസ്കരായിക്കോട്ടെ ഇപ്പം ധാരാളം ഇൻവിസിബിൾ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ ഹിയറിംഗ് എയ്ഡ് ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ ബാറ്ററിയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ബാറ്ററി ലൈഫ് താരതമ്യേന കുറച്ച് കുറയും. റീചാർജബിൾ ടെക്നോളജി നിലവിൽ ഇൻവിസിബിൾ ഹിയറിംഗ് എയ്ഡിൽ കണ്ടുപിടിച്ചിട്ടില്ല, ഭാവിയിൽ വന്നുകൂടായികയില്ല. പക്ഷെ ഇപ്പം അറ്റ് പ്രസൻറ്റ് ഇൻവിസിബിൾ ഹിയറിംഗ് എയ്ഡിൽ റീചാർജബിൾ ടെക്നോളജി നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന പോരായ്മയായിട്ട് പറയാനുള്ളത്. ഹിയറിംഗ് എയ്ഡ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരോട് അവസാനമായി എന്താണ് പറയാനുള്ളത്? ഹിയറിംഗ് എയ്ഡ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരോട് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്, ഇത് ഒരു ഇലക്ട്രോണിക് ഉപകരണമാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ സാധാരണ ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങുന്ന രീതിയിലല്ല ഇത് കൺസിഡർ ചെയ്യേണ്ടത്. ഇതൊരു അസുഖത്തിനുള്ള ഒരു ചികിത്സ കൂടിയാണ്. അതായത് ഓരോ ആളുകളുടെ അസുഖവും വ്യത്യസ്തപ്പെട്ടിരിക്കും. അവർക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ഒരാളുടെ അസുഖമായിരിക്കില്ല അടുത്ത വരാൻ പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഞരമ്പിനെ ബാധിച്ച കേൾവിക്കുറവായിരിക്കും, മറ്റൊരാൾക്ക് ചിലപ്പോൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആയിരിക്കും. ചിലർക്ക് ഞരമ്പിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടാവും, കുറേ വർഷങ്ങളോളം കേൾവിക്കുറവായിട്ട് മുന്നോട്ട് പോയ ആളുകളായിരിക്കും. പലരുടെയും കേൾവിക്കുറവ് പല തോതിലായിരിക്കും, പല ഡിഗ്രിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡ് ഏതാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് കണക്കാക്കുക. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഉപയോഗിക്കുന്ന ആളുടെ ലൈഫ് സ്റ്റൈൽ നോക്കേണ്ടതുണ്ട്. അവർ തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ അത്രത്തോളം തിരക്കില്ലാത്ത ഒരു ജീവിതശൈലി പിന്തുടരുന്നവരാണോ, ഇങ്ങനെയുള്ള അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ അസസ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഏത് ഹിയറിംഗ് എയ്ഡാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ ആണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ ഹിയറിംഗ് എയ്ഡ് വാങ്ങിക്കുമ്പോൾ നമ്മൾ വില ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഈ വിലക്കുറവ് എന്നുള്ളതിൽ ശ്രദ്ധിക്കാതെ, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ, ശരിക്കും നമ്മളുടെ എന്ന് പറയുന്നത് വില ഒരു ഫാക്ടർ തന്നെയാണ്. ആ ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് താങ്ങാവുന്ന വിലയിൽ അവർക്ക് വേണ്ട ടെക്നോളജി ഏതൊക്കെയാണെന്നുള്ളത് തിരഞ്ഞെടുക്കുകയാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ഹിയറിംഗ് എയ്ഡ് ഫിറ്റിങ്ങിന് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയർ ഉണ്ട്. വേൾഡിലും ഉണ്ടല്ലോ, ലോകത്താകമാനം ഫോളോ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ഹിയറിംഗ് എയ്ഡ് ട്രയൽ എന്ന് പറയുന്ന ഒരു പരിശോധനയാണ്.
അതായത് അവർക്ക് എത്ര ശതമാനം കേൾവിക്കുറവുണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തും. അതിനനുസരിച്ച് ഏത് മോഡൽ ഹിയറിംഗ് എയ്ഡ് ആണ് വേണ്ടത്, ഏതൊക്കെ ടെക്നോളജിയാണ് ഉപയോഗിക്കേണ്ടതെന്നും നമുക്കൊരു ധാരണയുണ്ട്. അതേ ഹിയറിംഗ് എയ്ഡ് നമ്മൾ ഈ ഉപയോഗിക്കേണ്ട ആൾക്ക് ട്രയൽ കൊടുക്കും. അത് വെച്ചിട്ട് എത്രത്തോളം അവർ കേൾക്കുന്നുണ്ടെന്ന് നോക്കും. എന്നിട്ട് അത് എത്രത്തോളം കേൾക്കുന്നുണ്ട്, ഇനി അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, അവരുടെ കേൾവിക്കുറവിൻ്റെ തോതിനനുസരിച്ച് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഏത് ഹിയറിംഗ് എയ്ഡാണ് വേണ്ടതെന്ന് അവരും കൂടി ഒരു എളുപ്പത്തിലൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് ആദ്യം ഒരു ഹിയറിംഗ് എയ്ഡ് പണം കൊടുത്ത് വാങ്ങി അത് ക്ലിയർ ആവുന്നില്ല എന്ന് പരാതി പറയുന്നതിലും നല്ലത് പണം കൊടുത്ത് വാങ്ങുന്നതിന് മുമ്പ് ആ ഹിയറിംഗ് എയ്ഡ് എത്രത്തോളം വ്യക്തത ഉണ്ടെന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെട്ട് വാങ്ങുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ്. നടം ഹിയറിംഗ് എയ്ഡ് ആൻഡ് സ്പീച്ച് തെറപ്പി ക്ലിനിക് കോഴിക്കോട്